ആകാശത്തു നിന്ന് ലഭിക്കുന്ന അതീവ സൂക്ഷ്മമായ സാറ്റലൈറ്റ് വിവരങ്ങൾ ഇറാന്റെ കൈകളിലെത്തുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യം ആഗോളതലത്തിൽ ഉയർന്നതോടെ വിരൽ ചൂണ്ടുന്നത് റഷ്യയിലേക്കാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള അതീവ രഹസ്യമായ ഉപഗ്രഹ വിവരങ്ങൾ റഷ്യ ഇറാനുമായി പങ്കുവെക്കുന്നുണ്ടോ എന്ന ആശങ്ക അമേരിക്കൻ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉപഗ്രഹങ്ങൾ വഴി ലഭിക്കുന്ന ഈ വിവരങ്ങൾ ഇറാന്റെ മിസൈലുകൾക്ക് കൃത്യമായ വഴികാട്ടിയാവുകയാണോ? അങ്ങനെയെങ്കിൽ യുദ്ധത്തിന്റെ ഭാവി തന്നെ മാറി മറിയുന്ന ഒരു പുതിയ പോരാട്ടത്തിനാണോ ലോകം സാക്ഷ്യം വഹിക്കുന്നത്? ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സൈനിക ബലത്തേക്കാൾ ഉപരിയായി വിവരങ്ങൾ നിർണായക ശക്തിയായി മാറിയിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തിലേക്കാണ് സമീപകാല സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ബഹിരാകാശത്തെ അത്യാധുനിക നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വഴി ലഭ്യമാകുന്ന ഹൈ റെസല്യൂഷൻ ദൃശ്യങ്ങളും ഇൻഫ്രാറെഡ് സിഗ്നലുകളും ഉപയോഗിച്ച് പ്രതികൂല കാലാവസ്ഥയിലും ശത്രുവിന്റെ ഓരോ ചലനവും കൃത്യതയോടെ നിരീക്ഷിക്കാൻ ഇന്ന് സാധ്യമാണ്. യുദ്ധക്കപ്പലുകളുടെ സ്ഥാനം മുതൽ മിസൈൽ വിന്യാസം വരെയുള്ള അതീവ രഹസ്യ വിവരങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ ചോർത്താൻ കഴിയുന്ന ഈ സാങ്കേതിക വിദ്യ യുദ്ധഭൂമിയിലെ അദൃശ്യമായ കരുനീക്കങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഈ മാറ്റത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പശ്ചിമേഷ്യയിൽ ഇറാന്റെ ആക്രമണങ്ങളിൽ പ്രകടമായ അസാധാരണമായ കൃത്യത. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ നടന്ന മാരകമായ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുമ്പോൾ അമേരിക്കൻ സൈനിക താവളങ്ങളുടെയും ലോജിസ്റ്റിക് ശൃംഖലകളുടെയും സൂക്ഷ്മമായ വിവരങ്ങൾ ഇറാന് മുൻകൂട്ടി ലഭിച്ചിരുന്നുവെന്ന സംശയം ബലപ്പെടുകയാണ്. കേവലം ആയുധശക്തിയല്ല, മറിച്ച് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ എങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കുമെന്ന് ഈ സംഭവങ്ങൾ അടിവരയിടുകയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കേവലം നയതന്ത്രത്തിനപ്പുറം തന്ത്രപരമായ ഒരു സൈനിക സഖ്യമായി പരിണമിച്ചിരിക്കുന്നു എന്നതാണ് ഈ ആരോപണങ്ങളെ പ്രസക്തമാക്കുന്നത്. ഉക്രൈൻ യുദ്ധമുഖത്ത് റഷ്യയ്ക്ക് കരുത്തായി ഇറാന്റെ ഡ്രോണുകളും മിസൈൽ സാങ്കേതിക വിദ്യയും എത്തിയെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ടെത്തൽ ഈ സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഇതിന് പകരമെന്നോണം അത്യാധുനിക ആയുധ നിർമ്മാണം, ഇലക്ട്രോണിക് വാർഫെയർ, ഇന്റലിജൻസ് കൈമാറ്റം തുടങ്ങിയ നിർണായക മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈകോർക്കുകയാണ്. സൈനിക സാങ്കേതിക വിദ്യയിലെ ഈ കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ ബഹിരാകാശത്തു നിന്നുള്ള ഉപഗ്രഹ നിരീക്ഷണ വിവരങ്ങൾ കൈമാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് അന്താരാഷ്ട്ര സുരക്ഷാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. തന്ത്രപരമായ ഇത്തരം രഹസ്യ വിവരങ്ങളുടെ പങ്കുവയ്ക്കൽ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഈ ആരോപണങ്ങളെല്ലാം റഷ്യൻ വൃത്തങ്ങൾ കർശനമായി നിഷേധിക്കുന്നു എന്നതാണ് മോസ്കോയുടെ ഔദ്യോഗിക പക്ഷം. യുദ്ധത്തിന്റെ ഗതിയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ഇന്റലിജൻസ് കൈമാറ്റം തങ്ങൾ നടത്തുന്നില്ലെന്നാണ് അവരുടെ അവകാശവാദം. എങ്കിലും ഈ നിഷേധങ്ങളെ പാശ്ചാത്യ ലോകം പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സാറ്റലൈറ്റ് സിഗ്നൽ ഇന്റലിജൻസും സൈബർ നിരീക്ഷണവും തമ്മിലുള്ള അദൃശ്യമായ ബന്ധം അത്രമേൽ ശക്തമാണ്. ഇത്തരം വിവര കൈമാറ്റങ്ങൾ യുദ്ധഭൂമിയിലെ ശക്തി സമവാക്യങ്ങളെ അട്ടിമറിക്കുന്നുവെന്ന മുന്നറിയിപ്പാണ് പാശ്ചാത്യ ശക്തികൾ നൽകുന്നത്. ചൈനയുടെ തന്ത്രപരമായ നിലപാടാണ് ഈ സംഘർഷത്തിലെ മറ്റൊരു നിർണായക ഘടകം. ഇറാന്റെ പ്രധാന സാമ്പത്തിക പങ്കാളിയായ ബീജിങ്ങിന് മിഡിൽ ഈസ്റ്റിലെ സമാധാനം തങ്ങളുടെ ഊർജ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. എണ്ണ ഇറക്കുമതിക്കായി ഈ മേഖലയെ വൻതോതിൽ ആശ്രയിക്കുന്നതിനാൽ യുദ്ധം വ്യാപിക്കുന്നത് ചൈനയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇറാനെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ ഒരു വൻ യുദ്ധം ഒഴിവാക്കാനുള്ള കരുതലോടെയുള്ള നീക്കങ്ങളാണ് ചൈന നടത്തുന്നത്. എങ്കിലും മിസൈൽ നിർമ്മാണത്തിന് ആവശ്യമായ
സാങ്കേതിക ഘടകങ്ങളും സാമ്പത്തിക സഹായവും ഇറാനിലേക്ക് എത്തിക്കാൻ ചൈന തയ്യാറെടുക്കുന്നതായുള്ള സൂചനകളും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നുണ്ട്. നിലവിൽ 10,000-കണക്കിന് സൈനികരെയും അത്യാധുനിക യുദ്ധ വിമാനങ്ങളെയും വിന്യസിച്ചുകൊണ്ട് അമേരിക്ക പശ്ചിമേഷ്യയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഏതൊരു ചെറിയ ചലനവും ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ അതീവ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ ഈ സൈനിക നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. എങ്കിലും ആധുനിക കാലത്തെ യുദ്ധങ്ങൾ വെറും കരസേനയുടെയോ നാവികസേനയുടെയോ മാത്രം കരുത്തിലല്ല തീരുമാനിക്കപ്പെടുന്നത്. ബഹിരാകാശത്തു നിന്നുള്ള തത്സമയ നിരീക്ഷണങ്ങളും സിഗ്നൽ ട്രാക്കിങ്ങും ഡ്രോൺ ശൃംഖലകളും കോർത്തിണക്കിയുള്ള ഒരു വിവര യുദ്ധമാണ് ഇന്ന് നടക്കുന്നത്. ശത്രുവിൻ്റെ നീക്കങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയാൻ കഴിയുന്ന രാജ്യങ്ങൾക്കാണ് യുദ്ധഭൂമിയിൽ മേൽക്കൈ ലഭിക്കുന്നത്. ചുരുക്കത്തിൽ ഭൂമിയിൽ നടക്കുന്ന പോരാട്ടങ്ങളുടെ നിയന്ത്രണം ബഹിരാകാശത്തെ അദൃശ്യ കണ്ണുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഭാവിയിലെ യുദ്ധമുറകൾ എങ്ങനെയുള്ളതാകുമെന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് നൽകുന്നത്.